അധികൃതരുടെ ഔദാര്യത്തിന് കാത്തുനിൽക്കാതെ നാട്ടുകാരുടെ സഹകരണത്തോടെ നിർമ്മിച്ച കുണ്ടാർ തൂക്കുപാലം റോഡ് യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. കാറടുക്ക, ദേലമ്പാടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിന് പകരമായി കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കുണ്ടാറിൽ പഴയ സുനിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ അനുബന്ധ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. കാറടുക്ക, ദേലമ്പാടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുണ്ടാർ തൂക്കുപാലം വഴിയാണ് ഇരു പഞ്ചായത്തിലുള്ള ജനങ്ങളും പതിറ്റാണ്ടുകളായി യാത്ര ചെയ്യുന്നത്. പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി പലതവണ അധികൃതരെ സമീപിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. തൂക്കുപാലത്തിന് പകരം കോൺക്രീറ്റ് പാലം വേണമെന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ടും വർഷങ്ങളാകുന്നു. ഇതിനും നടപടിയോ മറുപടിയോ നൽകാതെയുള്ള അധികൃതരുടെ അലംഭാവ മനോഭാവമാണ് പൊട്ടിപ്പൊളിഞ്ഞ തൂക്കുപാലത്തിന്റെ അനുബന്ധ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങളെ മുന്നോട്ട് നയിച്ചത്. ನಮಗೆ ಇಲ್ಲಿ ಈ ಪ್ರದೇಶಕ್ಕೆ ಈ 14ನೇ ವಾರ್ಡ್ ಅಂದರೆ 2007ರಲ್ಲಿ ನಮಗೆಂದು ದೇಲಂಪಾಡಿ ಪಂಚಾಯತು, ಕಾರಡ್ಕ ಪಂಚಾಯತು ಮತ್ತು ಆವತ್ತಿನ ಜಿಲ್ಲಾ ಪಂಚಾಯತ್, ತ್ರಿತಲ ಪಂಚಾಯತ್ ಸೇರಿಕೊಂಡು ನಮಗೆ ಇಲ್ಲೊಂದು ತೂಗು ಸಂಘ 2007ರಲ್ಲಿ ದೊರಕಿತು. ಅಂದಿನವರೆಗೆ ನಮ್ಮ ಈ ಮಣಿಯೂರು ಪ್ರದೇಶ ಒಂದು ಕುಗ್ರಾಮವಾಗಿತ್ತು. ಆದರೆ ಇಲ್ಲಿ ಅಪ್ರಥಮವಾಗಿ ನಮಗೆ ಇಲ್ಲಿ ಸಾಗಲು ತುಂಬ ಉಪಕಾರವಾಗಿತ್ತು. ದೇಲಂಪಾಡಿ ಪಂಚಾಯತ್ ಅಂದರೆ ತುಂಬ ದೊಡ್ಡ ಪಂಚಾಯತ್, ಸುಮಾರು 35 ಕಿಲೋಮೀಟರ್ ವ್ಯಾಪಿಸುವಂಥ ಫಾರೆಸ್ಟ್ ಏರಿಯಾ ಕೂಡ ಆಗಿದೆ. ಆದರೆ ಇಲ್ಲಿ 13, 14, 12ನೇ ವಾರ್ಡಿಗೆ ಈ ಕುಂಟಾರು, ಕಾಸರಗೋಡು ಈ ಪ್ರದೇಶದಲ್ಲಿರುವಂಥ ಅಂಗನವಾಡಿ ಮಕ್ಕಳು, ಶಾಲಾ ಮಕ್ಕಳು, ಕಾಲೇಜುಗಳಿಗೆ ಹಾಗೂ ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸ ಕರ್ನಾಟಕಕ್ಕೆ ಅತಿ ಬೆಳಿಗ್ಗೆ ಮುಂದುವರಿಯಲು ಇದೊಂದು ತೂಗು ಸಂಘ ತುಂಬ ഉപകാരമാಗಿದೆ. ബിജെപി ഭരിക്കുന്ന കാറടുക്ക പഞ്ചായത്തിലെ 40 മീറ്ററോളം വരുന്ന റോഡ് 8ാം വാർഡായ കുണ്ടാറിലെ ജനങ്ങളും CPM ഭരിക്കുന്ന ദേലമ്പാടി പഞ്ചായത്തിലെ അനുബന്ധ റോഡ് 13, 14ാം വാർഡിലെ ജനങ്ങളും ഗണേഷ് ഭജന മന്ദിരം, അപർണ ട്രസ്റ്റും കൂടിയാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. 1.5 ലക്ഷം രൂപ ചെലവിൽ നാട്ടുകാർ തന്നെ നിർമ്മിച്ചതിനാൽ അഴിമതിയില്ലാതെ നിർമ്മിച്ച റോഡെന്ന പ്രശസ്തിയും ഈ റോഡിനുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ಹೋಗುವಂತಹ ದಾರಿ ಇದನ್ನು ಕಾಂಕ್ರೀಟೀಕರಣ ಮಾಡಿ ಜನರಿಗೆ ಒಳ್ಳೆ ಹೋಗ್ಲಿಕ್ಕೆ ಬೇಕಾದಂಥ ಎಲ್ಲ ಸೌಕರ್ಯವನ್ನು ಒದಗಿಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಇದೇ ರೀತಿ ಇವತ್ತು ಎಲ್ಲ ಊರಿನ ಮಹನೀಯರೆಲ್ಲರೂ ಇದಕ್ಕೆ ಬೇಕಾದಂತಹ ಸಹಕಾರವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಅದರ ಜೊತೆಗೆ ನಮ್ಮ ಈ ಊರಿನವರ ಪರವಾಗಿ ನಮಗೆ ಗೊತ್ತಿರುವ ಹಾಗೆ ಈ ಪ್ರದೇಶದ ಜನರಿಗೆ ಹತ್ತಿರವಾಗಿ ಅಂದರೆ ಈಗಾಗಲೇ ನಮ್ಮ ದೇಲಂಪಾಡಿ ಪಂಚಾಯತ್ ಮತ್ತು ಕಾರಡ್ಕ ಪಂಚಾಯತನನ್ನು ಕೇಂದ್ರೀಕರಿಸಿ ಹೋಗುವಂತಹ ಒಂದು ದಾರಿಯಾದ ಕಾರಣ ನಮಗೆ ಈ ಪ್ರದೇಶದ ಜನರಿಗೆ ವಾಹನ ಸೌಕರ್ಯಕ್ಕೋಸ್ಕರ ಈ ಪ್ರದೇಶಕ್ಕೆ ಒಂದು ಸಂಘದ ಅವಶ್ಯಕತೆ ಇದೆ. ಅದಕ್ಕೆ ಬೇಕಾದಂತಹ ಎಲ್ಲ ಕಾರ್ಯಚಟುವಟಿಕೆಗಳನ್ನು ನಾವು ಊರಿನವರು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಅದಕ್ಕೆ ಬೇಕಾಗಿ ಈ ಪ್ರದೇಶದ ಜನಪ್ರತಿನಿಧಿಗಳು, ಅದೇ ರೀತಿ ಈ ಪ್ರದೇಶ ಎಲ್ಲರೂ ಕೂಡ ಸೇರಿಕೊಂಡು ಇದಕ್ಕೆ ಬೇಕಾದಂತಹ ಒಂದು ಸಹಕಾರವನ್ನು ಕೊಡಬೇಕು ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಊರಿನ ಪರವಾಗಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀವಿ. കുണ്ടാർ മഹാവിഷ്ണു ക്ഷേത്ര തന്ത്രിയായ വാസുദേവ തന്ത്രി നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. ಒಂದು ಗ್ರಾಮೀಣ ಪ್ರದೇಶದ ನಮ್ಮ ತೂಗು ಸೇತುವೆಯು ಅದೇ ರೀತಿ ಎಲ್ಲ ದಿವಸವೂ ಕೂಡ ಎಲ್ಲ ಜೀವನದ ಅವಶ್ಯಕತೆಗೆ ಬೇಕಾಗಿ ಬರುವಂಥ ಎಲ್ಲ ಜನಗಳ ಸೌಕರ್ಯಕ್ಕೆ ಬೇಕಾಗಿ, ಅದೇ ರೀತಿ ವಾಹನಗಳು, ದ್ವಿಚಕ್ರ ವಾಹನಗಳು ಯಾವ ರೀತಿಯ ತೊಂದರೆಗಳಿಲ್ಲದೆ ಇಲ್ಲಿ ಸಾಗಲಿಕ್ಕೆ ಬೇಕಾಗಿ ಎಲ್ಲ ಊರವರ ಶ್ರಮದಿಂದ ತಮ್ಮ ಎಲ್ಲ ಒಂದು ಧನದ ಸಮರ್ಪಣೆ ಮಾಡಿಕೊಂಡು ಈ ಒಂದು ದಾರಿಯನ್ನು കോൺക്രീറ്റ് റോഡാക്കി പരിവർത്തിച്ചിದ್ದಾರೆ. ഇരു പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിന് പകരം സർക്കാരിന്റെ ഇടപെടലിലൂടെ കോൺക്രീറ്റ് പാലമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേലമ്പാടി പഞ്ചായത്തിന്റെ 14ാം വാർഡിൽ നിന്നും കാരഡ്ക പഞ്ചായത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു വഴിയാണ് കുണ്ടാർ തൂക്കുപാലവും അർപ്പണ ട്രസ്റ്റിൻ്റെയും അതുപോലെ നാട്ടുകാരെല്ലാം ചേർന്ന് നിർമ്മിച്ച ഈ വഴിയും. ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് ഇതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു പാലവും അതിനുള്ള സൗകര്യവുമാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റുള്ള എല്ലാവരും കൂടി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതേ പ്രകാരം സർക്കാർ സ്ഥലത്തു നിന്ന് അതേ രീതിയിൽ ദേലമ്പാടി പഞ്ചായത്തും കാരഡ്ക പഞ്ചായത്തും രണ്ട് ഭാഗത്തുനിന്നും ഒരേ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് സൗകര്യം ചെയ്ത് കിട്ടണമെന്ന്, അതേപോലെ നമുക്ക് ഈ പുഴയ്ക്ക് വലിയൊരു പാലം നിർമ്മാണം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുൻ പഞ്ചായത്ത് അംഗം ഗംഗാധര കാന്തടുക്ക, പ്രമീള സി നായിക്, സി വിവേകാനന്ദ,
ഖാലിദ് കുറസിനടുക്ക, സുബൈർ മാടവയൽ, ഭജന മന്ദിരം പ്രസിഡന്റ് ശിവപ്പ നായിക് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.